മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. ഇന്നും വേനൽ മഴ തുടരും എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിൽക്കുകയാണ്. അതായത് സംസ്ഥാനത്തെ 8 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത്. ആ ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ജില്ലകളിൽ ഉള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. കാരണം വേനൽ മഴ മാത്രമല്ല, ഇടിമിന്നലും ശക്തമായ കാറ്റുമൊക്കെ ഈ മഴയുടെ കൂടെ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 5 ദിവസത്തേക്ക് ഈ മഴ തുടരും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും ചൂടിന് നേരിയ ആശ്വാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. വിശദമായി തന്നെ പരിശോധിക്കാം. ദിൽനയാണ് കാലാവസ്ഥാ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുക. നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ജാഗ്രതയോടെ കാണേണ്ട സാഹചര്യമെന്ന്. ദിൽന, വീണ്ടും തിരുവനന്തപുരത്തേക്ക്, ദില്ലിയിലേക്ക്. സംസ്ഥാനത്ത് ഈ ചൂടൊക്കെ ഒന്ന് മാറി വേനൽ മഴയുടെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനം പറയുന്നത്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടല്ലേ സംസ്ഥാനത്ത് ഉടനീളം? ആശ്വാസമായി വേനൽ മഴ എത്തിയിരിക്കുകയാണ്. അത് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. അടുത്ത 3-5 ദിവസത്തേക്കും മഴ മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. നാളെയും മറ്റന്നാളും, അതായത് 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതിയും 3 ജില്ലകൾ വീതവും യെല്ലോ അലർട്ട് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലും അതുപോലെ തന്നെ 4-ാം തീയതി ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഈ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഇതിനോടകം കടുത്ത വേനൽ ചൂടിലൊക്കെ വലിയ തരത്തിലുള്ള ഇഴജന്തുക്കളുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. താരതമ്യേന കുറവാണെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് 9 കേസുകളാണ്. 21 കേസുകൾ വരെ പോയ ദിവസങ്ങളൊക്കെ സംസ്ഥാനത്തുടനീളം കണ്ട ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതിൽ നിന്നും താരതമ്യേന കുറച്ച് കുറവുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഇപ്പോഴും ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ ഇപ്പോഴും നിർദ്ദേശം നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ മഴ മുന്നറിയിപ്പുള്ള എല്ലാ ജില്ലകളിലും ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതായത് 64 മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. 50 കിലോമീറ്റർ വരെ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. തൊട്ട് മുന്നേ മഴ നമുക്ക് സന്തോഷം നൽകുന്നതാണ്, കാരണം ചൂട് കുറയ്ക്കുമല്ലോ, ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ ഈ മഴയുടെ കൂടെ ഉണ്ടാകുന്ന ഇടിമിന്നൽ, കാറ്റ് ഇത് വല്ലാതെ നമ്മളെ അപകടപ്പെടുത്തുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായും. ഇപ്പോൾ തൊട്ട് മുന്നേ തൃശ്ശൂരിൽ നിന്നുള്ള വാർത്ത ഈ ഒരു മഴയെ തുടർന്നുണ്ടായ ഒരു ദുരന്ത വാർത്തയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ വേനൽ മഴ വരുമ്പോൾ, അതായത് കനത്ത ചൂടിന് ആശ്വാസമായി വേനൽ മഴ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തുടനീളം വലിയ ആശ്വാസം തന്നെയാണ്. ഈ മൂടിക്കെട്ടിയ, നമ്മൾ ഇതിനോടകം തന്നെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, മൂടിക്കെട്ടിയ കാലാവസ്ഥയാണെങ്കിൽ പോലും വലിയ തരത്തിലുള്ള ഒരു അന്തരീക്ഷ താപനില ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ഒരു 2-3 വേനൽ മഴ ലഭിച്ചാൽ മാത്രമേ അതിൽ നിന്ന് മുക്തി നേടുകയുള്ളൂ എന്നെല്ലാം നമ്മൾ ഇതിനോടകം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതേ മഴ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പലയിടങ്ങളിലും പല ജില്ലകളിലും പല ദിവസങ്ങളിലായി ഒറ്റപ്പെട്ട ശക്തമായ മഴ തന്നെ ലഭിക്കുന്നുണ്ട്. പലയിടത്തും ഇടിമിന്നലോട് കൂടിയ മഴ തന്നെയാണ് വൈകുന്നേരങ്ങളിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇത്രകാലം നമ്മൾ ചൂടിന് മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. സൂര്യാഘാതം ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം ഇതിനോടകം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത്, വേനൽ മഴ കഴിഞ്ഞാൽ ഇനി മഴക്കാലം വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ, അതായത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടാൻ വേണ്ടിയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളും ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും എല്ലാം കൃത്യമായ ഇടവേളകളിൽ തന്നെ നൽകുന്നുണ്ട്. അത് കൃത്യമായി പാലിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത്. മനു, ശരി. ഏതായാലും നമുക്ക് മഴ നമുക്കിഷ്ടമാണ്. മഴ ചൂടിന് ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ മഴയോടൊപ്പം ഉണ്ടാകുന്ന ഇടിമിന്നൽ, കാറ്റ് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അതീവ ജാഗ്രതയോടെ തന്നെ നമ്മൾ പാലിക്കുക എന്നത് മാത്രമേ നമുക്കതിൽ ചെയ്യാനുള്ളൂ. ഓക്കെ, താങ്ക് യു ദില്ല. ദില്ലയാണ് ഈ വിവരങ്ങൾ നമുക്ക് തിരുവനന്തപുരത്ത് നൽകിയത്.